ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കുവാണ്. വേറൊരു വീഡിയോ ആണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഒരു പുതിയ സ്ഥലത്ത് ഒന്ന് പോകാൻ വിചാരിച്ചു. എന്താ ഒരു സ്ഥലം കാണിക്കാനൊന്നും അല്ല കേട്ടോ, ഞങ്ങളൊരു യാത്രയിലാണ്. ഞങ്ങള് ഷനിലിന്റെ വീട്ടിലേക്ക് പോവാണ്. ആന്റിഗോണിഷ് അതന്നെ, നോവാസ്കോഷിലാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട്. 2.5 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടെ എത്തുമായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയോളൂ. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നു, അതുകൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോണത്. അപ്പൊ ഒരു 3 മണിയൊക്കെ ആവാറാകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3:30 ആകുമ്പോഴേക്കും ഞങ്ങൾ പോണ വഴിക്ക് ഒരു സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ ടിമ്മിന്ന് ഒരു ചായ എന്തെങ്കിലും മേടിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, തണുപ്പാണെങ്കിലും പക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഞങ്ങൾ ആബിക്ക് പുതിയ കാർ സീറ്റ് വാങ്ങി. അപ്പോൾ അവൾക്ക് നമ്മൾ ഇങ്ങടേക്ക് ഇരുന്ന എല്ലാ കാഴ്ചകളും കാണാം പുള്ളിക്കാരത്തിക്ക്. മറ്റേ തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവളും ഓക്കെ ഹാപ്പി. ആ കേക്ക് അയച്ചു തോന്നൂല്ലേ, അയച്ച് വെള്ളം കൊടുത്തേക്ക്. ഇനി വേണോ കേക്ക്? ഞാൻ അവൾക്കൊരു മറ്റേ നമ്മുടെ വാൾമാർട്ടിൽ നിന്ന് ഒരു ബനാനയുടെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുത്തത് അവൾക്ക്. അവള് ഹാപ്പി. ഞങ്ങളതേ അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക്, ഞാൻ പതുക്കെ പറയണത് അബികയിൽ ഉറങ്ങും, അതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതേ പോണ വഴിക്ക് ഞങ്ങളൊന്ന് ഫുഡ് ഒന്ന് കഴിക്കാനായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയതാണ്. ഞാൻ കഴിച്ചു. ഈ ചേട്ടൻ ഡ്രൈവ് ചെയ്യണേ കൊണ്ട് പതുക്കെ ഒന്ന് അവൾ ഉറങ്ങിയ സമയത്ത് ഒന്ന് ഒതുക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാണ് ഫുഡ്. ഇത് ബീഫ് ചില്ലി. ഇത് എന്ത് കിട്ടിയാലും പിള്ളേരെ പോലെ ഉടുപ്പ് കടിച്ച് അടിക്കും ഇട്ടുകൊടുത്തെങ്കിൽ. ബീഫ് ചില്ലി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താ, ഗ്രൗണ്ട് ബീഫ് വിത്ത് ബീൻസ് ആണ്. ബീൻസ് ഉണ്ട്, തക്കാളി ഉണ്ട്. നമ്മുടെ നാട്ടിലെ ബീഫിന്റെ ഒക്കെ മണം, ബീഫുകളുടെ മണം ഉണ്ട്, ചെറിയൊരു പുളിപ്പുണ്ട്. രുചി അത്രയ്ക്കൊന്നുമില്ല. അതും പിന്നെ എന്താ ബണ്ണോ, അത് അവരുടെ ഒരു ബണ്ണ് അത് തരും. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്ത് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാം. ആ ബണ്ണിന്റെ അകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് തക്കാളി, പിന്നെ ഏതാണ്ട് സവാള, സ്പ്രിംഗ് ഓണിയൻ, അങ്ങനെ കുറെ, പിന്നെ മഷ്റൂം ഉണ്ട്, പിന്നെ മറ്റേ നമുക്ക് ഒരു നേരം വയറ് ഫുള്ളാവും കഴിച്ചു കഴിഞ്ഞാൽ. ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. ഞങ്ങള് അപ്പൊ പോണ വഴിക്ക് വണ്ടി നിർത്തിയതാണ് കേട്ടോ. എന്നാന്ന് വെച്ചാ കാണിച്ചു തരാമേ. ഫുൾ കോട കണ്ടോ, കോടയായിട്ട് നമുക്ക് വഴി കാണാൻ പാടില്ലാത്ത പോലെ. നല്ല തണുപ്പുണ്ട്. വേറെ അപ്പുറം തന്നെ വണ്ടികളൊന്നും കാണാൻ പാടില്ല. ഈ ഒരു വണ്ടിയും ഫുൾ കോട. പിന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വണ്ടിയൊക്കെ മറ്റേ ലൈറ്റ് ഇട്ട് തന്നെ കൊണ്ട് കുഴപ്പമില്ല അല്ലേ, പിന്നെയും കാണാം. വൺ വേ കൊണ്ട് കുഴപ്പമില്ല. അല്ല പക്ഷെ ഞാൻ പറഞ്ഞത് റോഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, എവിടെ തീരും എവിടെ വളയ്ക്കും എന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ഒരു വീഡിയോ എടുക്കൽ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വീടുകളിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു 2 വീട്ടിൽ നിന്ന്. അപ്പൊ അങ്ങനെ അവരോട് സംസാരിച്ചു. അപ്പൊ അത് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അബിഗേൽ എണീറ്റു. അപ്പൊ അവക്ക് ഞാൻ ഫുഡ് കൊടുത്തു. അവള് ബാക്കിൽ അത് കഴിച്ചോണ്ടിരിക്കുക. അത് കൈ പിടിച്ചോണ്ട് കഴിക്കണോ വേണ്ടെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആലോചിക്കണോ?
നമുക്ക് 5 കിലോമീറ്റർ ടോൾ ഉണ്ട് കേട്ടോ. ടോൾ ഉണ്ടോ? റോഡ് മൊത്തം കോട കയറി കിടക്കുക, വഴിയൊന്നും കാണാൻ. ഇവിടെ നമുക്ക് ടോള് നമുക്ക് കൊടുക്കാനുണ്ട്. $4 കൊടുക്കണം. $4 നമുക്ക് കൊടുക്കണം. ഫുൾ കോടാന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇപ്പൊ കുറച്ചും കൂടെ വഴി ഫ്രണ്ടിൽ കാണാം. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നു, നമുക്കൊന്നും വഴി കാണാൻ പാടില്ലായിരുന്നു. അതുപോലെയായിരുന്നു കോട. മഴയും കൂടി അല്ലേ, അതാണ് ഇത്രയും ഇത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. ചെറിയ മഴ ചാറലും ഉണ്ട്. നോക്കാം, 3:02 ഇപ്പൊ സമയം കാണിക്കുന്നത്. നമ്മളവിടെ നമ്മളാ സമയത്ത് ഓടിച്ചെത്തും. അതിനിപ്പോ വഴിയിൽ തടസ്സമൊന്നും നിർത്തണ്ടല്ലോ. അതന്നെ. അപ്പൊ നമ്മളിതേ ടോൾ ഗേറ്റ് എത്തിയിട്ടോ. ആ അറ്റത്ത് ആ ഒരു പച്ച ലൈറ്റ് കണ്ടോ, അതാണ് ടോൾ ഗേറ്റ്. ഇവിടെ ഞങ്ങൾ മിക്ക സമയത്തും ഈ റൂട്ട് വരുമ്പോൾ ഈ ഒരു പ്രദേശത്ത് എപ്പോഴും ഇതുപോലെ ആയിരിക്കും, ഒരു മൂടി ആയിരിക്കും ഇവിടെ. അപ്പൊ അതാണ് നമ്മുടെ ടോൾ ഗേറ്റ്. നമ്മൾ എന്താ മറ്റേ ഇതാണ് കൊടുക്കേണ്ടത്, കോയിൻ. ടാപ്പ് ചെയ്താൽ മതി. $4 ടാപ്പ് ഓർ ക്യാഷ്. നമുക്കിവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഈ ലോങ് ഡ്രൈവ് ഒക്കെ ഉള്ള ആൾക്കാർ ജസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ ഇവിടെ നിന്ന് പോവാറ്. നമുക്കിത് ഈ കൺവീനിയൻസ് സ്റ്റോറും കൂടെ വേണ്ടേ? ഒരു സ്റ്റോറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നല്ലതാ. പക്ഷെ അതില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. പൈസ നിന്റെ ഫോണിൽ നിന്ന് കൊടുക്കാല്ലേ? $4 ആയതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, കൊടുത്തോളൂ. നാട്ടീന്ന് നല്ല തണുപ്പുണ്ട്. ആ കൂടാരത്തിലാണ് അവരിയ്ക്കുന്നത്. ഇവിടെ വല്ല പണി ഉണ്ടെങ്കിൽ ഇരുന്നാൽ മതിയായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ പണി നടന്നുള്ള പണിയാ, കാലും വേനെടുക്കും. ഇവിടെയൊക്കെ വയസ്സായ ആൾക്കാരാന്ന് തോന്നുന്നു, റിട്ടയർഡൊക്കെ ആയിട്ട്. റിട്ടയർഡൊക്കെ ആയിട്ട് വന്നിരിക്കും. ചെറുപ്പക്കാരി പെണ്ണിരിക്കണം. അല്ല, അത് Hi, how are you doing? That's okay. Thank you. Have a great day. You too, thank you. ട്രക്ക് നോക്കി, ഇത്രയും വലിയ ട്രക്കാണ്. ഞാൻ അവിടുത്തെ പറഞ്ഞെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ സാധനം. ഒന്ന് നീട്ടം കണ്ടോ? ഈ ട്രക്ക് പോണത് നമ്മൾ പോണേക്കാൾ സ്പീഡിലാ. അതാണ് ഞാൻ ട്രക്ക് നമ്മുടെ അടുത്തിടെ പോകുമ്പോൾ നമ്മൾ കുലുങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി ഞങ്ങളത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. പക്ഷെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ തന്നെ ഒന്ന് കണ്ണാടിയിലൊക്കെ അവിടെ ഒരു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ റൂം നമ്പർ 300 കേട്ടോ. ഇത് പണ്ട് നമ്മുടെ സ്കോട്ട്ലൻഡോ അവിടുത്തുകാരുടെ ഉണ്ടാക്കിയ മുറിയാണിത്. അതുകൊണ്ട് ഇതെല്ലാ ബിൽഡിങ്ങും ഭയങ്കര പഴയതാണ്. കുറേ ഓൾഡായ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ TV റിമോട്ട് എടുത്ത് സ്ഥാനം പിടിച്ചു. അകത്തേക്കോ അമ്മ, അകത്തേക്ക് വരാം. ഇത് നമുക്കൊരു റൂം ടൂറാണ്. ബെഡ്, TV ഉണ്ട്. പിന്നെ ഇത് നമുക്ക് കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ളത്. അതിവിടെ ഒരു ഓവൻ ഉണ്ട്, അത് നന്നായി. അബിഗേലിന് എന്തെങ്കിലും ചൂടായി കൊടുക്കാം. പിന്നെ ഇവിടെ ജക്കൂസി ഉണ്ട്. ഇതാണ് ജക്കൂസി. ഇവിടെ പിന്നെ ഇത് തന്നെയായിരുന്നു. അപ്പൊ സോന നമ്മളിവിടെ നമ്മള് ചൂടാക്കിയിട്ട് ഇത് ഇവിടെ ഇരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആവിയിൽ നമ്മളെ എന്താക്കി എടുക്കാം, പുകച്ചെടുക്കാം. ആ കട്ടിലേക്ക് ഇത് നമ്മുടെ വീട്ടിലെ കട്ടിലെ പോലെ താഴെ കുറച്ച് പൊക്കമുണ്ട് കട്ടിലിന്. ആബിനെ ജക്കൂസി കൊണ്ടിട്. ആബി ജക്കൂസി കയറി നീന്തട്ടെ. അപ്പൊ ഇതിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ
ഇവിടെ താഴെ ചടിപ്പോവും. നമ്മളെ വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ താഴെ, അപ്പോൾ ഇവർക്ക് അത് ഇറങ്ങി വരാൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെ വരില്ല. അപ്പൊ പിടിക്ക് കൊച്ചിനെ പിടിക്കേ, കുതിച്ച് പൊന്തു അവള് താഴെ ഇറക്കി എത്തും അവള്. ആബിദേ ഇവിടെ അവള് വന്ന് അവള് വെള്ളത്തിൽ കളി കണ്ടേ കാണുന്നേ. നമ്മൾ അടച്ചിടാ. അവള് മറ്റേ ജക്കൂസി പോയി കൈ തൊട്ട് ചൂടുവെള്ളം. ഇവിടെ ഒരാള് പുഴുങ്ങായിരിക്കണ്ട കേട്ടോ, ചോദിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മറ്റേ നല്ല ചൂടുള്ള ഇതിനകത്ത് പഴുത്തുണ്ടിക്ക് അതിനകത്ത് ഈ കോയില് ചൂടാകുമ്പോ ഈ കല്ല് പഴുക്കും. ഈ മുറി മൊത്തം ചൂടാവും. എത്ര മിനിറ്റ്? 30 മിനിറ്റോ? 30 മിനിറ്റ് ഇട്ടേക്കണം. മറ്റേ ആ പട്ടാളം എന്ന് പറഞ്ഞ സിനിമയില് അവൻ പുറത്തിറങ്ങുമ്പോ പുകയെന്ന്. പക്ഷെ ചൂടുണ്ട്, നല്ലതുണ്ട്. നമ്മള് ഡ്രസ്സൊന്നും ഇല്ലാണ്ടിരിക്കണം. ഞാൻ ഇവിടെ വന്ന് വാതില് മുട്ടിപ്പോ ഞാൻ പെട്ടെന്ന് തോർത്തെടുത്തിട്ടാ ഞാൻ പോരാ. ഞാൻ വന്ന് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഞാൻ കുറുക്ക് കൊടുത്തു. അവള് കുറുക്ക് കഴിച്ചു. താഴെ കാർ പാർക്കിംഗ് കാര്യങ്ങൾ. ഇവിടെ നമുക്ക് പൂളുണ്ട്. നമുക്ക് വേണമെങ്കിൽ പൂൾ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവിടെ പോയി കാണിച്ചു തരാം. ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല, ഇത്രയും സമയമായില്ലേ. ഇപ്പം അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവള് ഉറങ്ങിയിട്ടൊക്കെ ആയിരുന്നു ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇനി ഇവള് ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ അത് വേറെ വലിയ പണി. അത് ഇന്ന് തീർക്ക. അതെന്നത് അതെവിടെ നിന്ന് കിട്ടിയ അപ്പിക്ക്? ഇവിടെ ഇവിടെ ഒരു വലിയൊരു മിററുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ ഹോട്ടലിൽ നിന്ന് റെഡി ആയിട്ട് ഞങ്ങള് പുറത്തേക്ക് കേട്ടോ. ഇതാണ് ഹോട്ടൽ. നാളെ രാവിലെ മര്യാദക്ക് കാണിച്ചു. ഞങ്ങക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എടുക്കാണ് ഒരു സാഹചര്യം കിട്ടില്ല. ഞങ്ങൾ നേരെ അകത്ത് കയറി ഫ്രഷ് ആവുക ചെയ്ത്. അതെ, ഇവിടെ ഫാളിന്റെ ബാക്കി പത്രമായിട്ട് ഒരു ട്രീ മാത്രം ഇങ്ങനെ കൊയ്യാണ്ടിരിപ്പുണ്ടല്ലേ. അതൊക്കെ നാളെ രാവിലെ കാണിച്ചില്ല. ഇവിടെ എത്ര പെട്ടെന്ന് അകത്തേറ്റാം ആബീനെ. അതെ, ഞങ്ങളൊന്ന് കുളിച്ച് ജക്കൂസിയിലും മറ്റേ സോനാബാത്തൊക്കെ ബബിൾ ബാത്ത് ഞാൻ നടത്തിയില്ല. സോനാബാത്ത് ഞാൻ ഇട്ടിരുന്നില്ല. അപ്പോ അതെ നമ്മളിനി ഇവിടുന്ന് നേരെ ഷാനിന്റെ വീട്ടിലേക്ക്. അവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിനി ഷാനിന്റെ വീട്ടിലേക്ക് പോവാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് രാത്രി ഇവിടെ കറങ്ങിയിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അവന് 10 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. അവനത് കിട്ടത്തുള്ളൂ. ഇതിവിടെ ഡോൾറാമ ഉണ്ടല്ലോ. അന്ന് എനിക്കൊരു ക്ലിപ്പ് നോക്കായിരുന്നു അവിടുന്ന്. പിന്നെ ഇവിടെ ഡോൾറാമ ഉണ്ട് കേട്ടോ. ലിക്കർ ഷോപ്പ്. കനേഡിയൻ ടയറും ഉണ്ട് ഇവിടെ. നീ എന്താ വിചാരിച്ചു ഇതൊന്നും ഇല്ലാത്തൊരു പട്ടിക്കട വിചാരിച്ചത്? ഞാനോർത്ത് ഇത് ഭയങ്കര കുഗ്രാമായിരിക്കും. സോബീസ് എല്ലാം ഉണ്ടല്ലോ. ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ രാത്രി ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങിയത് നേരെ അവൻ്റെ വീട്ടിലേക്ക് എത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അബിഗയില് ചോറ് കൊടുക്കുന്ന കലാപരിപാടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവളാണ് കഴിക്കുന്നതിൽ. അവൾക്ക് ആ നടക്കാനുള്ള സ്ഥലം കിട്ടിയപ്പോൾ എൻ്റെ ഒരു മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് ഹലോ ഒക്കെ വിളിച്ചിട്ട് നടക്കുന്നതാണ് കേട്ടോ കാണുന്നത്. എന്താ പറയുക, ഒരു രസമായിരുന്നു. പിന്നെ പുറത്ത് നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ അതുകൊണ്ടൊരു കട്ടൻ ചായയും പിന്നെ നാട്ടിൽ നിന്ന് അച്ഛനമ്മ വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറേ നാളായിരുന്നു നമ്മൾ മറ്റേ നാട്ടിലെ കറുത്ത അലുവ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അലുവ കഴിക്കുന്നത്. എന്താ പറയുക, എന്തായാലും അവക്കടെ ചോറ് കൊടുക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല കേട്ടോ. അതിങ്ങനെ കുറച്ച് നേരം കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന
ഒരു ഫാമിലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അബിഗലിനേക്കായും 2 മാസമാണ് അവരുടെ കൊച്ചു മൂത്തത്. എന്താ പറയുക, ഞങ്ങളതിന് കുറച്ച് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ, കാരണം അവരുടെ പ്രൈവസി നമ്മൾ. എന്തായാലും എല്ലാവരും കൂടി ഒരു അടിപൊളി നൈറ്റായിരുന്നു. അതിന് കുറച്ച് വീഡിയോസ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ, അധികം വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാലും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.